ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും വിഷുവും വെക്കേഷനൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഈ വെക്കേഷനിൽ നമുക്ക് നമ്മുടെ കുട്ടികളോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു കാര്യം എന്താണെന്ന് അറിയോ? അവരെ യാത്രകൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. വെറുതെ മൊബൈൽ ഫോണോ ടെലിവിഷനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ മാത്രമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലോകം ഒതുങ്ങിപ്പോകാതെ അവരോട് നമുക്ക് ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരെ യാത്രകൾ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. യാത്രകൾ ചെറുതോ വലുതോ ആവാം, പക്ഷെ എല്ലാ യാത്രകളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തരുന്നത് ഏറ്റവും നല്ല അനുഭവങ്ങളായിരിക്കും. ഞങ്ങളും ഒരു യാത്രയുടെ പ്ലാനിലാണ്. ഞങ്ങളുടെ യാത്ര കുറച്ചൊരു വലിയ യാത്രയാണ്. ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് നാളായി ഹോംവർക്ക് ചെയ്യുന്നു, കുറേ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിനായിട്ട് മേടിച്ച കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. യാത്രയ്ക്ക് തയ്യാറാകുന്ന പോലെ നമ്മുടെ വണ്ടിയും തയ്യാറാക്കണ്ടേ? അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാന്നുള്ളത് നമ്മളുടെ വണ്ടിയെ ഒരു ഓതറൈസ്ഡ് ഡീലറിനെ കൊണ്ട് സർവീസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സർവീസ് ചെയ്യിക്കുന്നതിനോടൊപ്പം തന്നെ കാറിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അതും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം. നമുക്ക് നോക്കാം ഓരോന്ന് ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു സാധനമാണ് ഇത്. ട്യൂബ്ലെസ് പഞ്ചർ റിപ്പയർ കിറ്റാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാറിൻ്റെ ടയറിന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ടയർ ഇൻഫ്ലേറ്ററാണ്. ടയറിൽ എയർ കുറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫില്ല് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഡ്യൂട്ടി കാർ ടോയിങ് ബെൽറ്റാണ്. ഇതിൻ്റെ കൂടെ 2 ഡീ ഷർക്കിൾസും ഉണ്ട് കേട്ടോ. ഇത് ഗ്ലാസ് വിൻഡോ ബ്രേക്കിംഗ് ഹാമറാണ്. ഇത് സീറ്റ് ബെൽറ്റ് കട്ടറായിട്ടും യൂസ് ചെയ്യാം. കുറച്ചധികം ദിവസം യാത്ര ചെയ്യുമ്പോൾ കാർ വൃത്തികേടാവാനുള്ള സാധ്യത കൂടുതലല്ലേ? അപ്പോൾ കാറിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ക്ലീനിങ് ടൂൾസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ ബാറ്ററി ജമ്പർ കേബിളും കൂടെ വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ പുതിയ കാർ ആയതുകൊണ്ടാണ് നമ്മൾ അതിൽ കരുതാത്തത്. ടയർ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കാറിൽ ഇൻബിൽട്ട് ആയിട്ട് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ആ പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളത് കരുതാത്തത്. ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കുക്ക് ചെയ്യേണ്ട ആവശ്യം വരും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് ഉണ്ട്. അതിൽ ഒരു കാനിസ്റ്ററും ഉണ്ട്. ബ്യൂട്ടേൻ്റെ കാനിസ്റ്ററും നമ്മൾ കരുതിയിട്ടുണ്ട്. ടോയ്ലറ്റ് ടെൻ്റ് ആണ്. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റും കയ്യിൽ കരുതിയിട്ടുണ്ട്. ഒരു ഫാമിലി ഫിസിഷ്യനെ കൊണ്ട് ഡോക്ടർ എഴുതിയ മെഡിസിൻസ് ആണ് ഇതിൽ കയ്യിൽ കരുതിയിരിക്കുന്നത്. പോർട്ടബിൾ കൊളാപ്സിബിൾ വാട്ടർ ബാഗ് ആണ്. 10 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. ഡ്രിങ്കിങ് പർപ്പസിനുള്ള വാട്ടർ നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. വാഷിങ്ങിനാണ് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് വാഷിംഗ് പർപ്പസിനാണ് നമ്മൾ ഇതിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റീചാർജബിൾ വാട്ടർ പമ്പ് ആണ്. ഒരു വാട്ടർ ക്യാനിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയാണ് ഇതിന്റെ സ്വിച്ച് വരുന്നത്. ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നത്. ഇത് ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസേഴ്സ് ആണ്. നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ പബ്ലിക് ടോയ്ലറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇത് സ്റ്റാൻഡ് ആൻഡ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടില്ല, അറിയില്ല ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത്. ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസേഴ്സും ലിപ് ബാമൊക്കെ കയ്യിൽ കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആവശ്യത്തിന് ടോയ്ലറ്റ് ടിഷ്യൂസും ഫേഷ്യൽ ടിഷ്യൂസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കയ്യിൽ കരുതണം കേട്ടോ. നമ്മുടെ വേസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാന്നുള്ളതും. അതുകൊണ്ട് ആവശ്യത്തിന് പോളിത്തീൻ ബാഗ്സ് കയ്യിൽ കരുതിക്കോളൂ കേട്ടോ. നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ ജാക്കറ്റ്സും വുളൻ ക്ലോത്തും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഡാഷ് ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ മുൻപുള്ള യാത്രകളിലെല്ലാം ഇത് ഞങ്ങൾക്ക് പലതവണ ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്.